ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യും. നിങ്ങളൊരു യാത്ര പോവാന്ന് വിചാരിക്കുക. ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 12 പേരും കൂടെ ഉണ്ട്. ബോട്ടിലാണ് യാത്ര. പോകുന്നത് മനോഹരമായൊരു ദ്വീപിലേക്കാണ്. വളരെ മനോഹരമായ ചെടികളും പുഷ്പങ്ങളും പക്ഷികളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു ദ്വീപിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ ദ്വീപിലെത്തുന്നതിൻ്റെ ഒരു കുറച്ച് കിലോമീറ്ററുകൾക്ക് മുമ്പേ തന്നെ നിങ്ങൾ ഈ ബോട്ട് കത്തിച്ച് കളയാണ്. അയ്യോ, അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ വെള്ളത്തിൽ ചാടി ആ ദ്വീപിലേക്ക് നീന്തിയെത്തണം. അതാണ് ഈ ഒരു യാത്രയുടെ നിബന്ധന. അത് മാത്രമല്ല കേട്ടോ നിബന്ധന, അവിടെ എത്തുമ്പോഴേക്ക് നിങ്ങളെ വസ്ത്രങ്ങളൊക്കെ പൂർണ്ണമായി ബഹിഷ്കരിച്ചിരിക്കണം. അതായത് പിറന്ന പടിയാണ് നിങ്ങൾ ആ ദ്വീപിലേക്ക് പോകുന്നത്. ഈ 13 പേര്, ആണും പെണ്ണും ഉൾപ്പെടെയുള്ള ഈ 13 പേര്. പിന്നെ നിങ്ങളൊരു 25 വർഷക്കാലം ആ ദ്വീപിനകത്ത് താമസിക്കാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഇന്ന് ആ ജീവിതം? നിങ്ങൾക്ക് വസ്ത്രങ്ങളില്ല, ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. അസ്വാതന്ത്ര്യത്തിൻ്റെ യാതൊരു കെട്ടുപാടുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം, ഭക്ഷണം, ലൈംഗികത, അതിനൊന്നും നമ്മുടെ സദാചാര ചട്ടക്കൂടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തടസ്സമോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തിന്നും കുടിച്ചും ഏത് തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് ആ ദ്വീപിലെന്ന് വിചാരിക്കാം. അവിടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മക്കളും അവരുടെ മക്കളും ഒക്കെ ഇനി അങ്ങോട്ട് അവിടെയാണ് താമസിക്കേണ്ടത്. നിങ്ങൾക്ക് 25 വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരാം. അതിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് നാടുമായി ബന്ധമില്ല എന്തായാലും. അവിടെ ഉണ്ടാവുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന്? അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന മക്കളുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് ടി.ഡി. രാമകൃഷ്ണൻ്റെ ആൽഫ എന്ന് പറയുന്നൊരു നോവലിൻ്റെ ഞാനൊരു ചെറിയ ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര രസമുള്ളൊരു നോവലാണ് ഈ ടി.ഡി. രാമകൃഷ്ണൻ്റെ ആൽഫ എന്ന് പറയുന്നത്. ആ പുസ്തകം വായിക്കാൻ പറ്റുമെങ്കിലും തീർച്ചയായിട്ടും വായിക്കണം. നരവംശാസ്ത്രത്തിനെ പറ്റി അത്രയധികം ഗവേഷണം ചെയ്യാത്തൊരു മനുഷ്യന് ഇത്തരമൊരു പുസ്തകം എഴുതാൻ സാധ്യമാവുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് മനുഷ്യൻ്റെ എവല്യൂഷനെ കുറിച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ ദ്വീപിൽ അകപ്പെടുന്ന മനുഷ്യർ, അവർക്കുണ്ടാകുന്ന മക്കൾ, അവർ ആദിമ മനുഷ്യൻ്റെ അതേ സ്വഭാവം കാണിക്കുകയാണ് അവിടെ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതായത് നമുക്കുണ്ടെന്ന് കരുതുന്ന പലതും ടെക്നോളജി, അതായത് സാങ്കേതികത്വത്തിലായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ സങ്കീർണമായ തലച്ചോറിനായാലും മറ്റ് സുഖസൗകര്യങ്ങൾക്കായാലും ഇതൊന്നും നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്ത സാധനമല്ല. തൊട്ട് കഴിഞ്ഞ തലമുറ നമുക്ക് പകർന്നു തന്നതും ആ തലമുറക്ക് അതിനു മുമ്പേയുള്ള തലമുറ പകർന്നു തന്നതുമായിട്ടുള്ള അറിവിൻ്റെ ഒരു ആകെത്തുകയാണ്. അല്ലെങ്കിൽ ഈ ആദിമ മനുഷ്യൻ തൊട്ട് ഇത്രയധികം തലമുറകൾ കടന്നു വന്ന് പകർന്ന് തന്ന ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകെത്തുകയാണ് ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യൻ, ഞാനടങ്ങുന്ന ഈ ഒരു സമൂഹം. ജെൻസി ആയാലും ആൽഫ ആയാലും ബീറ്റ ആയാലും ഇത്തരത്തിലുള്ള കൈമാറ്റം ചെയ്ത അറിവുകളുടെ ഫലമായിട്ടുണ്ടായതാണ് എന്നുള്ളൊരു സാധനം അതിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വളരെയധികം പ്രസക്തമായ ഒരു നോവലാണ് അത്. എല്ലാവരും പറ്റുമെങ്കിൽ എല്ലാവരും വായിക്കണം എന്നാണ്. ഇപ്പം നമുക്ക് വായന എന്ന് പറയുന്നത് പുസ്തക രൂപത്തിൽ തന്നെ വായിക്കണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ഓഡിയോ നോവലുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അത്തരം പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്ന് എൻ്റെ പുസ്തക പരിചയത്തിൽ ടി.ഡി. രാമകൃഷ്ണൻ്റെ ആൽഫ എന്ന് പറയുന്ന നോവലാണ്. നിങ്ങളെല്ലാവരും അത് വായിക്കണം എന്ന് ഞാൻ പറയുകയാണ്.